അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചൊല്ലാൻ കുറച്ച് സമയം മതി. ആവശ്യങ്ങൾ ഉടനടി നടക്കാൻ രഹസ്യമായി ഇത് ചെയ്യുക. ഉറപ്പായും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരിക്കും. കുറച്ച് സമയം ഇതിന് മാറ്റി വെക്കുകയാണെങ്കിൽ എത്ര വലിയ ആവശ്യമാണെങ്കിൽ ഉടനടി നടക്കും. വലിയ സന്തോഷമെന്ന് പറയട്ടെ. അൽഹംദുലില്ലാ. ചിലപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചില ദിക്റുകളും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ചില സൂറത്തുകളൊക്കെ നാം പരിചയപ്പെടുത്താറുണ്ട്. അത് ജീവിതത്തിൽ ചെയ്ത് വലിയ ഫലം കിട്ടി സന്തോഷവാർത്ത അറിയിച്ചവരൊക്കെയുണ്ട്. അൽഹംദുലില്ലാ. അതൊക്കെ കേൾക്കും വലിയ സന്തോഷമാണ്. അതാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, അതുപോലെ മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്ന ഓരോന്നിനും വലിയ മഹത്വമുണ്ടെന്ന് പറയാൻ കാരണം അതാണ്. ഈ അടുത്തൊരു സഹോദരി നോക്കൂ, മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഹദീസിൻ്റെ മഹത്വവും ദിക്റിൻ്റെ മഹത്വവും മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ മഹത്വം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ ഒരു സംഭവം പറയാണ്. ഒരു സഹോദരി, അദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിഞ്ഞു. അതിൽ 2-3 കുട്ടികളുണ്ടായി. എന്നിട്ടോ ആ സഹോദരിക്ക് ഇനിയൊരു വിവാഹം നടക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം കുറച്ച് പ്രായം വന്നു, മക്കളുണ്ട്, ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം ഫോൺ വിളിച്ച് പറഞ്ഞു, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? എനിക്ക് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ട്. വാപ്പ ഉമ്മക്ക് ഇരിക്കുന്ന കാലത്തൊക്കെ പ്രശ്നമല്ല, ഇപ്പോൾ വലിയ സങ്കടത്തിലാണ്. അപ്പോൾ മുത്തായ ഹബീബ് പഠിപ്പിച്ച ദിക്ർ നാം നിർദ്ദേശിച്ചു കൊടുത്തപ്പോൾ അൽഹംദുലില്ലാ ആ സഹോദരി അത് ചൊല്ലി എന്ന് മാത്രമല്ല, ആ സഹോദരിയുടെ വിവാഹം നല്ല സമ്പന്നനായ ഒരു ഭർത്താവ് കിട്ടുകയും വലിയ സന്തോഷത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ സഹോദരിക്ക് എൻ്റെ നമ്പർ നഷ്ടപ്പെട്ടു. പിന്നെ എന്നെ ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു, അവസാനം കിട്ടിയില്ല. ആ സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, പിന്നെ തഹജ്ജുദിന് എഴുന്നേറ്റ് പോയി ഞാൻ ദുആ ചെയ്തു, ഉസ്താദിനൊന്ന് കാണണം, ഈ സന്തോഷം അറിയിക്കണമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ആ സഹോദരി നിലകൊള്ളുന്ന ആ ജമാഅത്തിൻ്റെ കേന്ദ്രപ്പള്ളിയിലേക്ക് തന്നെ ഞാൻ ഖത്തീബായി എത്തിപ്പെടുന്നതും ആ സഹോദരി അത്ഭുതത്തോടു കൂടി പറയുകയാണ്. എന്നിട്ട് പോലും ആ സഹോദരിക്ക് ആ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു സൗകര്യമൊന്നും ഉണ്ടായില്ല. എനിക്ക് ആ സഹോദരി യഥാർത്ഥത്തിൽ പരിചയവുമില്ല. ഒരു ദിവസം അവസാനം ഞാൻ വരുന്ന സമയത്തൊക്കെ ആ സഹോദരി നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. പോയ സമയത്താണ് ഈ കഥകളെല്ലാം പറയുന്നത്. ഈ 2 കുട്ടികൾ ഇതെൻ്റെ പുതിയ ഭർത്താവിൻ്റെ കുട്ടികളാണ്. ഞാൻ അന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ സഹോദരൻ ഞാനാണ്. നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി തഹജ്ജുദിൽ വരെ ഞാൻ ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സ്വീകരിച്ച് നിങ്ങളെ നേരിൽ കാണാൻ സാധിച്ചു. വലിയ സന്തോഷമായി. ഭർത്താവ് പറഞ്ഞു, എന്നും നിങ്ങളെക്കുറിച്ച് തന്നെ ഇവൾ പറയും. എനിക്ക് നിങ്ങൾ കിട്ടാൻ കാരണം തന്നെ ഈ ഉസ്താദാണെന്ന് എപ്പോഴും പറയും. നിങ്ങളെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മുത്തായ ഹബീബ് എന്ന് പറയുന്നത്. അതുപോലെ മഹാരഥന്മാർ പറയുന്ന ദിക്റിൻ്റെ വലിയ മഹത്വം അതാണ്. അത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ സഹോദരി വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടുമെന്ന്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ജീവിതമാണ് അള്ളാഹു ആ സഹോദരിക്ക് നൽകിയത്. ആ സഹോദരി വരുന്ന നേരം ഒരുപാട് ഇളനീരും പച്ചക്കറികളും, വലിയ കൃഷിക്കാരാണ് അവർ. ഒരുപാട് എൻ്റെ കാറിലെല്ലാം തന്നു, എന്നെ സന്തോഷിപ്പിച്ചു. അള്ളാഹു അവരുടെ ദാമ്പത്യ ജീവിതം വലിയ സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ ഒരുപാട് സഹോദരിമാർ അവർക്കുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, സഹോദരന്മാർ വിളിച്ചു പറയുന്നുണ്ട്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്, ഇത് ചൊല്ലാൻ കുറച്ച് സമയം മതിയെങ്കിലും ആവശ്യങ്ങൾ ഉടനടി നടക്കും. രഹസ്യമായി ആരുമില്ലാതെ കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് നാം ഇത് ചൊല്ലുകയാണെങ്കിൽ അത്ഭുതകരമായി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയിരിക്കും, ഉറപ്പാണ്. മഹാരഥന്മാർ പഠിപ്പിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സൂറത്ത് യാസീൻ ഓതാറുണ്ട്. ആ സൂറത്ത് യാസീനിൻ്റെ 58-ാമത്തെ വചനമാണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള വചനം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള വചനം 129 തവണ. നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്, ഒഴിവ് സമയം കിട്ടുന്നത്, വുളുവൊക്കെ ചെയ്ത്
കിബലയിലേക്ക് മുന്നിട്ടുകൊണ്ട് ഇരു കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ഈ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുണ്ടല്ലോ 129 തവണ ചൊല്ലുക. എന്നിട്ട് ദുആ ചെയ്യുക. നാം ഇതൊരു പ്രാവശ്യം ചൊല്ലി എന്നിട്ട് നമ്മുടെ ആവശ്യം നിറവേറ്റില്ല എന്നാൽ ഒരിക്കലും ലാ തഖ്നുതു മിനർ റഹ്മ, അല്ലാഹുവിന് ആശ മുറിയാൻ പാടില്ല. വീണ്ടും ആവർത്തിക്കുക, വീണ്ടും ചൊല്ലുക. ആവശ്യം അല്ലാഹു പൂർത്തിയാക്കി തരും. പരീക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്തു പോകരുത്. നടക്കുമോ നോക്കാം, അതൊരിക്കലും ചെയ്തു പോകരുത്. നാം അല്ലാഹുവിനോട് നടക്കണം. നമ്മുടെ ദുആ ഇൽഹാകണം. ദുആ ഇൽഹാകുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. വാശിയോടുകൂടിയുള്ള ദുആ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹ് എനിക്ക് സ്വാലിഹായ സന്താനം നൽകണമെന്നാണ് പ്രവാചകന്മാർ ദുആ ചെയ്തത്. അത് ഇൽഹാ ഉള്ള ദുആയാണ്. നമ്മുടെ മക്കൾക്ക് നാം ദുആ ചെയ്യേണ്ടത് അല്ലാഹ് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി എന്നല്ല, വാശിയോടുകൂടിയുള്ള ദുആ, അല്ലാഹ് എൻ്റെ മക്കളെ നീ സ്വാലിഹാക്കി തരണം. അതായിരിക്കണം നമ്മുടെ ദുആ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഖുർആനുകൾ. നോക്കൂ, അള്ളാഹുവിനോട് അങ്ങനെ ദുആ ചെയ്തവരെ ദുആ സ്വീകരിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. തീർച്ചയായും അള്ളാഹു അത്ഭുതകരമായ ദുആ സ്വീകരിച്ചിരിക്കും, അല്ലെങ്കിൽ അതിന് പകരമായി എന്തെങ്കിലും അള്ളാഹു നൽകിയിട്ടുണ്ടാകും. നിങ്ങൾ ആരോട് വേണമെങ്കിലും അനുഭവം ചോദിച്ചു നോക്ക്, അവർ പറയും. ചില ആളുകൾ കമൻറ്റിലൂടെ വന്ന് പറയും, സന്തോഷം പറയും. ചില ആളുകൾ കമൻറ്റിലൂടെ വന്ന് പറയും, എത്ര പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നാം നല്ല ഒരു ചിന്ത നോക്കൂ. നാം ഇത് പറയുകയും അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റുകയും ചെയ്താൽ അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ഇനി നിറവേറ്റില്ലെങ്കിലോ സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ്റെ വചനമാണ്. ഒരക്ഷരം ഒഴിയുമ്പോഴേക്കും 10 ഹസനത്താണ് രേഖപ്പെടുത്തുന്നത്. 129 തവണ ആവർത്തിച്ചിങ്ങനെ പറയുമ്പോൾ എത്ര പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ്റെ വചനങ്ങളല്ലേ നാം ഓതുന്നത്. തീർച്ചയായും ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മഹത്തായ ഒരു ആയത്താണ് സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിൻ്റെ വലിയ ഒരു ഗുണമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മുറാദുകൾ അല്ലാഹു ഹസ്സലാക്കട്ടെ. പലരും പലവിധ പ്രശ്നങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാമ്പത്യ ജീവിതം മുടങ്ങിയിട്ട് ത്വലാഖായിട്ട് വീട്ടിൽ കഴിയുന്ന ഒരുപാട് സഹോദരിമാർ, അതുപോലെ ഭർത്തൃ വീട്ടിൽ വലിയ പ്രയാസത്തിൽ കഴിയുന്നവർ, അമ്മായിമ്മയെ കൊണ്ട് പ്രയാസം കഴിയുന്നവർ, അങ്ങനെ മരുമക്കളെ കൊണ്ട് പ്രയാസത്തിൽ കഴിയുന്നവർ, മക്കളെ കൊണ്ട് പ്രയാസത്തിൽ കഴിയുന്നവർ, അങ്ങനെ പല വിധത്തിലുള്ളവരുണ്ട്. അങ്ങനെ രോഗങ്ങളെ കൊണ്ട് പ്രയാസത്തിലുള്ളവർ, എല്ലാവർക്കും ഇത് പറയാവുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.